ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് വൈകുന്നേരം ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി സ്നാക്കാണിത്. ഇത് ഉള്ളിൽ നല്ല സോഫ്റ്റാണ്, എന്നാൽ പുറത്ത് ക്രിസ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. ഇതിനധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോയിലേക്ക് പോണതിൻ്റെ മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം റവ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ 1/4 കപ്പ് വെള്ളം എടുത്തിട്ട് അത് തിളയ്ക്കാനായിട്ട് വെക്കുക. പിന്നെ ഞാൻ 250 ml മെഷറിംഗ് കപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും മെഷർമെൻറ്റ് പറയുന്നത്. വെള്ളം തിളയ്ക്കാനായിട്ട് തുടങ്ങുമ്പം 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കുക. വറുത്ത റവയാണിത്. പിന്നെ ഇനി ഇത് വെള്ളമൊക്കെ ഒന്ന് അബ്സോർബ് ചെയ്ത് കുക്കായി വരുന്നവരെ നല്ലോണം ഇളക്കി കൊടുക്കുക. ഇങ്ങനെ റവ കുക്കായി കഴിഞ്ഞാൽ ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുക. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. ഇനി ഇതിലേക്ക് വേണ്ട വേറൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഉരുളക്കിഴങ്ങ്. ഒരു മീഡിയം സൈസുള്ള 3 ഉരുളക്കിഴങ്ങാണ് വേണ്ടത്. വലുത് കാണുന്നുണ്ടെങ്കിൽ 1-2 എടുത്താൽ മതി. ഇത് വേവിച്ചിട്ടാണ് നമ്മൾ ഈ സ്നാക്കിലേക്ക് എടുക്കുന്നത്. അപ്പോൾ ഇത് വേവിക്കുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഉരുളക്കിഴങ്ങ് വെന്തെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ഇത് വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റുക, അല്ലെങ്കിൽ ഇതിൽ വെള്ളം കയറും. അപ്പോൾ നമ്മളിത് സ്നാക്കാക്കിയിട്ട് പൊരിക്കാനിടുമ്പം അതൊരുപാട് എണ്ണ കുടിക്കും. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ സ്നാക്കിന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു സ്മാഷറോ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കുക. അത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള റവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. റവ ഉരുളക്കിഴങ്ങും നല്ലോണം മിക്സാക്കി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വലിയ ഉള്ളി ചെറുതായിട്ട് മുറിച്ചതും 2 ടേബിൾ സ്പൂൺ മല്ലിയില മുറിച്ചതും പിന്നെ കുറച്ച് പച്ചമുളക് മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. പച്ചമുളകിൻ്റെ എണ്ണയൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഇനി 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം കുഴച്ചെടുക്കുക. പിന്നെ കുഴയ്ക്കുന്ന സമയത്ത് മാവിൽ വെള്ളമുള്ള പോലെ തോന്നുകയാണെങ്കിൽ അതിലേക്ക് കുറച്ചും കൂടെ അരിപ്പൊടി ഇട്ടിട്ട് കുഴച്ചെടുക്കുക. ഇങ്ങനെ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് റോൾ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കയ്യിൽ കുറച്ച് ഓയിലാക്കുക, അല്ലെങ്കിൽ ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കും. എന്നിട്ട് കുറച്ചായിട്ട് ഈ മാവിന്ന് എടുത്തിട്ട് ഇതുപോലെ കയ്യിൽ വെച്ച് റോൾ ചെയ്തെടുക്കുക. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം. വേണമെങ്കിൽ ബോൾസ് ആക്കിയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ കട്ട്ലേറ്റൊക്കെ ചെയ്യുന്ന പോലെ പരത്തിയിട്ടും ചെയ്യാം. ഷേപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യുക.
ഇങ്ങനെ എല്ലാം റോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് പൊരിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ചൂടാക്കുക. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം മീഡിയം ആക്കുക. എന്നിട്ട് നമ്മൾ റോൾ ചെയ്ത് വെച്ചിട്ടുള്ളത് ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ഇത് എണ്ണയിലേക്ക് ഇട്ട ഉടനെ തന്നെ ഇളക്കാൻ പാടില്ല. അങ്ങനെ ഇളക്കുമ്പം നമ്മുടെ സ്പൂണിൽ തൊട്ടി പിടിച്ചിട്ട് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. ഇതൊരു ഗോൾഡൻ കളറൊക്കെ ആവുന്നവരെ ഫ്രൈ ചെയ്താൽ മതി. ഗോൾഡൻ കളർ ആയി കഴിഞ്ഞാൽ എണ്ണയിൽ നിന്ന് കോരി മാറ്റുക. ഇതുപോലെ ബാക്കിയുള്ളതും ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഗോൾഡൻ കളർ ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ പൊട്ടാറ്റോ ഫിംഗേഴ്സ് റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുറത്ത് ക്രിസ്പിയും അകത്ത് സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫോട്ടോസൊക്കെ എനിക്ക് അയച്ച് തരണം. ഇമെയിൽ ID ഞാൻ വീഡിയോൻ്റെ അവസാനം കൊടുക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഇനി എന്തൊക്കെ റെസിപ്പീസാണ് വേണ്ടതെന്നും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ റെസിപ്പീസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്